തൃശൂർ അതിരപ്പള്ളിയിൽ കാലിന് മുറിവേറ്റ് ചികിത്സിച്ചു വിട്ട കാട്ടുകൊമ്പൻ അവശനിലയിലാണ്. കല്ലാല എസ്റ്റേറ്റ് 13-ാം ബ്ലോക്കിലെ തോട്ടിലാണ് ആന അവശനിലയിൽ കിടക്കുന്നത്. സെപ്റ്റംബർ അവസാനത്തിലാണ് കാലടി പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിൽ കാലിന് മുറിവേറ്റ നിലയിൽ കാട്ടുകൊമ്പനെ കണ്ടത്. തുടർന്ന് വനംവകുപ്പ് ആനയെ മയക്കുവെടിവെച്ച് ചികിത്സ നൽകി വനത്തിലേക്ക് വിട്ടിരുന്നു. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, വളരെ അവശനിലയിലാണ് ആന കിടക്കുന്നത്. എന്താണ് വനംവകുപ്പ് നൽകുന്ന വിവരങ്ങൾ? അതിരപ്പള്ളിയിൽ കാലിന് മുറിവേറ്റ നിലയിലാണ് കാട്ടുകൊമ്പനെ കണ്ടെത്തിയിരിക്കുന്നത്. ചികിത്സ വിട്ട കാട്ടുകൊമ്പനാണ് ഈ അവശ നിലയിൽ വീണ്ടും എത്തിയിരിക്കുന്നത്. കല്ലാല എസ്റ്റേറ്റ് 13-ാം ബ്ലോക്കിലെ തോട്ടിലാണ് ആന അവശനിലയിൽ കിടക്കുന്നതായി കാണുന്നത്. സെപ്റ്റംബർ അവസാനത്തിലാണ് കാലടി പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിൽ കാലിന് മുറിവേറ്റ നിലയിൽ കാട്ടുകൊമ്പനെ കണ്ടത്. തുടർന്ന് വനം വകുപ്പ് ആനയെ മയക്കുവെടിവെച്ച് ചികിത്സ നൽകി വനത്തിലേക്ക് വിട്ടിരുന്നു. സാനുതയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. സാനു, എന്താണ് ഈ കാട്ടുകൊമ്പന് സംഭവിച്ചത്? നീലിമ, കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഇത്തരത്തിൽ കാട്ടുകൊമ്പന്റെ കാലിന് മുറിവേറ്റ നിലയിൽ അതിരപ്പള്ളി മേഖലയിൽ വനമേഖലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് വനംവകുപ്പ് കാട്ടാനയെ മയക്കുവെടിവെച്ച് പിടികൂടുകയും കാലിന് ചികിത്സ നൽകി വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഇതേ ഭാഗത്ത് തന്നെ കാട്ടാനയുടെ സാന്നിധ്യം കാണുന്നത്. അതായത് അന്ന് ചികിത്സിച്ച് വിട്ട കാട്ടാനയുടെ കാലിൽ അതേ ഭാഗത്ത് തന്നെ മുറിവേറ്റ നിലയിലാണ്. ആനയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. ചെളിക്കുളത്തിൽ അവശ്യ നിലയിൽ കടക്കുന്ന നിലയിലാണ് കല്ലാല എസ്റ്റേറ്റിന് സമീപത്ത് നിന്നുള്ള തൊഴിലാളികൾ അടക്കം ഈ ആനയെ കാണുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വെള്ളത്തിൽ അവശ നിലയിൽ കിടക്കുന്ന നിലയിലാണ് ആനയുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് കാട്ടാനകൾ ഈ ആന അവശ നിലയിൽ കിടക്കുന്നതിന് സമീപത്ത് മറ്റ് കാട്ടാനകളും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ കാട്ടാനകളുടെ ഭാഗത്ത് നിന്ന് അവശ നിലയിലായ ആനയ്ക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അക്രമം ഉണ്ടായാൽ ആനയുടെ ആരോഗ്യനില വഷളാകും. അതിൻ്റെ ചെരിയുന്നതിലേക്ക് അടക്കം പോകാനായിട്ടുള്ള സാധ്യതയുണ്ടാകും. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് വലിയൊരു ആശങ്കയിലാണ്. ഈ ആനേനെ കുളത്തിൽ നിന്നും കരയ്ക്ക് കയറ്റിയതിന് ശേഷം വേണം ആനയുടെ കാലിന് കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ നൽകാൻ. അത്തരത്തിലൊരു ചികിത്സ നൽകണമെങ്കിൽ സമീപത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന കാട്ടാനകളെ കൃത്യമായിട്ട് അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. എന്തായാലും നിലവിൽ ആനയുടെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ ആരോഗ്യനില ഗുരുതരമാണ്. കാലിന്റെ പരിക്കും ഗുരുതരമാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നീലിമ. ശരി സാനു.